ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ വർക്ക്, എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5ാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 4 സെഷനായിട്ട് നമ്മൾ ആദ്യം വർക്ക് എന്താണെന്ന് പറഞ്ഞു. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിന് ഡയറക്ഷൻ മാറുമ്പോൾ എങ്ങനെയായിരിക്കും വർക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യത്തെ സെഷനിൽ പഠിച്ചായിരുന്നു. 2, 3, 4 സെഷനിൽ നമ്മൾ എനർജിനെ കുറിച്ചായിരുന്നു കൂടുതൽ പറഞ്ഞത്. അപ്പോൾ എനർജി അല്ലെങ്കിൽ ഊർജ്ജം പറയുമ്പോൾ ഈ പർട്ടിക്കുലർ ചാപ്റ്റർ മെക്കാനിക്സിൻ്റെ താഴെ വരുന്നുണ്ട്. നമ്മൾ മെക്കാനിക്കൽ എനർജിനെ കുറിച്ചായിരുന്നു കൂടുതലും പഠിക്കേണ്ടിയിരുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാന്ത്രിക ഊർജ്ജം. അതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ 2-3 സെഷനിൽ ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. ആൻഡ് 4ാമത്തെ സെഷനിൽ സ്പ്രിംഗ്, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം സ്പ്രിംഗ്, അതിനെക്കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പോൾ ഈ സെഷൻസ് ഒന്നും കാണാത്തവർ ദയവേത് ഇവിടെ കാർഡ്സിൽ പോയി അതൊന്ന് കണ്ടിട്ട് വരിക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവയുടെ ലിങ്ക്സ് ഉണ്ടാവും, അത് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരിക. ഈ സെഷൻ കാണാൻ നിർബന്ധമായിട്ട് ആ പ്രീവിയസ് സെഷൻസ് കാണണമെന്നില്ല, പക്ഷേ ഒരു ഫ്ലോന് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ അത് കണ്ടിട്ട് വന്ന് ഇത് കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം കോൺസർവേഷൻ ഓഫ് എനർജിനെ കുറിച്ചും പിന്നെ മറ്റുള്ള ടൈപ്പ് ഓഫ് എനർജിനെ കുറിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ എനർജിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ മെക്കാനിക്കൽ എനർജി അല്ലാതെ പല ടൈപ്പ് ഓഫ് എനർജി ഇനിയും നമുക്ക് പറയാം. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി മൂവ്മെൻറ്റ് കാരണം അല്ലെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷനോ പൊസിഷനോ കാരണം ഉണ്ടാവുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ അതല്ലാതെ പല ടൈപ്പ് ഓഫ് എനർജി ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കുറേ വളരെ ബ്രീഫായിട്ട് ചുരുക്കമായിട്ട് നമ്മളൊന്ന് പറയും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിനെ കുറിച്ചും പറയും. അതിനുശേഷം നമ്മൾ പവറിനെ കുറിച്ചും വളരെ ബേസിക്സ് ഒന്ന് പഠിക്കുന്നതായിരിക്കും. അതിനായിരിക്കും ഈ സെഷൻ. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തോളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ കൗതുകത്തോടെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ആൻഡ് അത്രയും തന്നെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബേസിക്സ് തറവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്ക് പോയാലും, അത് എൻട്രൻസ് എക്സാം ആണെങ്കിലും അത് തിയറി എക്സാം ആണെങ്കിലും എന്ത് എക്സാമിന് പോയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് കമൻസിൽ പോയി എഴുതുക ആ ക്വസ്റ്റ്യൻസ്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള കുട്ടികൾ ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ആ സമയത്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്താൽ മതി. ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് കോംപ്രഹെൻസീവായിട്ട് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ കോൺസർവേഷൻ എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺസർവേഷൻ രണ്ടും പറയാം. ആക്ച്വലി കൺസർവേഷനെക്കാട്ടും കോൺസർവേഷൻ എന്നുള്ളതാണ് പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടെ ശരി. ഓക്കെ, അപ്പോൾ കോൺസർവേഷൻ ഏതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ കോൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറയുന്നത് ആ ഫിസിക്കൽ പ്രോപ്പർട്ടി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കോൺസ്റ്റന്റ് ആവുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ് ലോ ഓഫ് കോൺസർവേഷൻ ഓഫ് മാസ് എന്ന് ഞാൻ പറയുവാണ്. ഓക്കെ, എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ മാസ് കൺസേർവ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ് 2H2 + O2 ഹൈഡ്രജൻ + ഓക്സിജൻ ഗിവ്സ് വാട്ടർ 2H2O എന്ന് ഞാൻ പറയുവാണ്. ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്റ്റൻസ്, ഈ സാധനത്തിന് റിയാക്റ്റൻസ് എന്ന് നമ്മൾ പറയും. എന്തെല്ലാം റിയാക്ഷൻ നടക്കാൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു അത് റിയാക്റ്റൻസ്. അതിൻ്റെ തൂക്കം എടുത്തു കഴിഞ്ഞാലും റൈറ്റ് സൈഡിലുള്ള സാധനങ്ങൾ വെള്ളമാണ്, അതിന് നമ്മൾ പ്രോഡക്ട്സ് എന്ന് പറയും. കെമിക്കൽ റിയാക്ഷൻ്റെ റൈറ്റ് സൈഡിലുള്ള സാധനങ്ങൾ അതിൻ്റെ തൂക്കം എടുത്താലും രണ്ടും ഈക്വൽ ആയിരിക്കും. മാസിന് ഒരു ചേഞ്ചും വരത്തില്ല എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ഇതേപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറഞ്ഞായിരുന്നു. അതിനെന്താണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞത്? എപ്പോഴൊക്കെയാണോ കോൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമുള്ളത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മെക്കാനിക്കൽ എനർജി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അതേപോലെ ഇവിടെയും നമ്മൾ എനർജി കോൺസ്റ്റന്റ് ആണ് എന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയ്ഡ്. ഊർജം എന്നുള്ളതിന് നമുക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല, അതിനെ നശിപ്പിച്ച് കളയാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എനർജി ഒരു കോൺസ്റ്റന്റ് ആണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഇത് എപ്പോഴാണ് വരുന്നത്? ദിസ് ഈസ് ഫോർ ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് മാത്രമായിരിക്കും ഇത് ട്രൂ. ഓക്കെ, ഓപ്പൺ സിസ്റ്റത്തിനോ ക്ലോസ്ഡ് സിസ്റ്റത്തിനോ അല്ല. സിസ്റ്റം 3 തരമുണ്ട് നമുക്കറിയാം. ഓപ്പൺ സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസും എനർജിയും അതിൽ നിന്നും പുറത്തോട്ടോ അകത്തോട്ടോ വരാൻ പറ്റും. ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിന് പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, പക്ഷേ എനർജിക്ക് പുറത്തോട്ടോ അകത്തോട്ടും വരാൻ പറ്റും. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാസിനും എനർജിക്കും ഒരു ചേഞ്ചും സംഭവിക്കത്തില്ല. അങ്ങനെ ആണെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എനർജീനെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോം ടു അനദർ. ഒരു ഫോം ഓഫ് എനർജീനെ എനിക്ക് മറ്റൊരു ഫോം ഓഫ് എനർജിയായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ ആപ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഈ പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ ടോട്ടൽ എനർജി കോണ്ടന്റ് ഓഫ് യൂണിവേഴ്സ് ഈസ് എ കോൺസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു അനദർ എന്ന് ഞാൻ പറഞ്ഞു.
അങ്ങനെ ആണെങ്കിൽ പല ടൈപ്പ് ഓഫ് എനർജി ഉണ്ടെന്നാണ് അർത്ഥം. എന്തൊക്കെയാണ് ആ ടൈപ്പ് ഓഫ് എനർജി? ആദ്യമേ നമ്മൾ മെക്കാനിക്കൽ എനർജിനെ, യാന്ത്രിക ഊർജ്ജത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് എനർജിനെ കുറിച്ച് നോക്കാം. ആദ്യം ഹീറ്റ് എനർജി, ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു. അത് ആ ഫോം ഓഫ് എനർജിനാണ് നമ്മൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ബോഡീസ് ഓഫ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. ഓക്കെ, രണ്ട് വസ്തുക്കളുണ്ട്, ആ രണ്ട് വസ്തുക്കൾക്കും രണ്ട് താപനിലയാണ് എന്ന് വിചാരിക്കാം. അവ തമ്മിൽ എനർജി ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ എന്താണോ ആ എനർജി കൈമാറുന്നത്, അതിനാണ് നമ്മൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഒരു ഐസ് കട്ട നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കാം. ഐസ് കട്ട 0 ഡിഗ്രിയിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 0 ഡിഗ്രിയിലുള്ള ഒരു ഐസ് കട്ട, ഓക്കെ, നിങ്ങൾ അതിൽ വന്ന് തൊടുന്നു, നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെടും? തണുപ്പ് അനുഭവപ്പെടും. ഈ തണുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കയ്യിൽ നിന്നും ഹീറ്റ് ആ ഐസിലോട്ട് പോവുകയാണ്. അങ്ങനെയാണല്ലോ തണുപ്പ് അനുഭവപ്പെടുന്നത്. അല്ല, തണുപ്പ് എന്ന് പറഞ്ഞൊരു സാധനമില്ല, ചൂട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഐസ് കട്ട 0 ഡിഗ്രിയിലാണ് ഇരിക്കുന്നത്. എൻ്റെ കൈ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി 35-36 ഡിഗ്രി അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ കൈ എടുത്ത് ഞാൻ 0 ഡിഗ്രിയിലുള്ള ഐസിൽ വെക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഐസിലോട്ട് ഒരു എനർജി ട്രാൻസ്ഫർ സംഭവിക്കും. ഊർജം അങ്ങോട്ട് പോകും. ഓക്കെ, അങ്ങനെയുള്ള ഊർജത്തിനെയാണ് നമ്മൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി ബൈ ഫ്രിക്ഷൻ. ഓക്കെ, നമ്മൾ മെക്കാനിക്കൽ എനർജിനെ കുറിച്ചാണ് ഒരിക്കൽ കൂടി, ഇതെല്ലാം മെക്കാനിക്സിലാണ് ഈ ചാപ്റ്റർ വരുന്നത്. അപ്പം മെക്കാനിക്കൽ എനർജിയെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ എനർജിനെ ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? ഫ്രിക്ഷൻ വെച്ചായിരിക്കും. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ഞാൻ ഒരു ബോളിനെ തള്ളി വിട്ടു എന്ന് വിചാരിക്കാം. ഒരു m മാസമുള്ള ഒരു ബോളാണ്, അതിനൊരു v വെലോസിറ്റി, ഒരു ഫോഴ്സ് ഞാൻ കൊടുത്തു, അത് തള്ളി നീക്കി വെച്ചു. ഓക്കെ, അപ്പോൾ അതിന് v വെലോസിറ്റി കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, v വെലോസിറ്റി ഉള്ള ഒബ്ജക്ട്സിനെല്ലാം കൈനറ്റിക് എനർജി ഉണ്ടെന്ന് നമുക്കറിയാം. അതിന് കൈനറ്റിക് എനർജി എന്നത് ½ ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് പഠിച്ചായിരുന്നു. ഇനി ശ്രദ്ധിക്കുക, ഇതിന് ഫ്രിക്ഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിച്ചോളാം. ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലാണ് ഞാൻ ഇത് തള്ളി വിട്ടതെന്നുണ്ടെങ്കിൽ ഈ ബോൾ ഉരുണ്ടുകൊണ്ടിരിക്കും, നിൽക്കത്തില്ല. അതാണ് നമ്മൾ സെക്കൻഡ് ലോയിൽ പഠിച്ചത്. എന്താണ് സെക്കൻഡ് ലോയിൽ പഠിച്ചത്? ഒരു മോഷനിലുള്ള ഒരു ഓബ്ജക്റ്റ് വേറെ ഒപ്പോസിങ് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, ആരെങ്കിലും വന്ന് തടസ്സപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരും. അപ്പോൾ ഇത് ഉരുണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ റിയൽ വേൾഡിൽ ഞാനിപ്പോൾ തറയിൽ ഒരു ബോൾ ഉരുട്ടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കുറച്ച് ദൂരം പോയിട്ട് കുറേ ദൂരം കഴിഞ്ഞ് ഇതിൻ്റെ വെലോസിറ്റി 0 ആവും. ഓക്കെ, അങ്ങനെ വെലോസിറ്റി 0 ആയിക്കഴിഞ്ഞാൽ, ഇതിന് ഞാൻ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഞാൻ പറയുവാണ്. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി, വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറ്റിയത്? ഈ കൈനറ്റിക് എനർജി ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജിക്ക് എന്താ പറ്റിയത്? ഈ കൈനറ്റിക് എനർജി നഷ്ടപ്പെടുവാണോ ചെയ്യുന്നത്? നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. പകരം എന്താ സംഭവിക്കുന്നത്? ആ ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജി ആയി മാറുകയാണ് ചെയ്യുന്നത്. എന്ത് കാരണമാണ് ആ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്? ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്, ആ ഫ്രിക്ഷനാണ് ഇതിനെ പിടിച്ച് തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനെ പിടിച്ച് തടസ്സപ്പെടുന്ന ഫ്രിക്ഷൻ അവിടെ ഹീറ്റ് സംഭവിക്കുന്നതായിരിക്കും. ഇതിന് വേറൊരു എക്സാമ്പിൾ, വളരെ ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു AC ഉള്ള ഒരു മുറിയിൽ നിങ്ങൾ പോയി നിന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ AC ഉള്ള മുറിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൈ രണ്ടും കൂടെ കൂട്ടി ഒരതുമ്പോൾ നമുക്ക് എന്താ അനുഭവപ്പെടുന്നത്? അവിടെ കുറച്ച് ചൂട് അനുഭവപ്പെടും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? കൈക്കിടയിലുള്ള ഫ്രിക്ഷൻ കാരണം ഞാൻ കൈ രണ്ടും കൂട്ടി ഇങ്ങനെ തേക്കുമ്പോൾ ആ ഫ്രിക്ഷൻ കാരണം എൻ്റെ കയ്യിൽ ഒരു ചൂട് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മെക്കാനിക്കൽ എനർജീനെ നമുക്ക് എപ്പോഴും ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ്? ഫ്രിക്ഷൻ വെച്ചിട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെൻ വി റബ് അവർ പാംസ് വി ഫീൽ ഹോട്ട്. ഓക്കെ, കൈ രണ്ടും കൂട്ടി ഒരതുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എനർജിയിലോട്ട് നമുക്ക് പോവാം. കെമിക്കൽ എനർജി. എന്താണ് കെമിക്കൽ എനർജി? എനർജി റിലീസ്ഡ് ഓർ അബ്സോർബ്ഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. ഓരോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗിവ്സ് H2O എന്നുള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷനിൽ സംഭവിക്കുന്ന എനർജി, അതിൽ കൂടെ വെളിയിൽ വരുന്ന എനർജി അല്ലെങ്കിൽ അത് വലിച്ചെടുക്കുന്ന എനർജി. ചില റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി വെളിയിൽ വിട്ടുകൊണ്ടായിരിക്കും ആ റിയാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, മറ്റ് ചില റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി വലിച്ചെടുത്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ റിയാക്ഷൻ സംഭവിക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള എനർജീനെ നമ്മൾ കെമിക്കൽ എനർജി എന്നായിരിക്കും വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫയർ. എന്താ ഫയർ എന്ന് പറയുന്നത്? ഒരു തീ കത്തുന്നു എന്ന് നമ്മൾ പറയുവാണല്ലോ. എന്താ ഫയർ എന്ന് പറയുന്നത്? ഫയർ എന്ന് പറയുന്നത് ബേസിക്കലി വേറൊന്നുമില്ല, എന്തെങ്കിലും ഒരു സാധനം, എന്ത് സാധനമാണോ കത്തുന്നത് ആ സാധനം ഓക്സിഡൈസ് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ ബേസിക്കലി ഓക്സിജനുമായി കൂട്ടിക്കലർക്കുന്ന എന്താണ് നമ്മുടെ ഐറ്റം. ഇപ്പോൾ ഞാൻ നേരത്തെ ഹൈഡ്രജൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ എന്നാണോ നമ്മൾ പറഞ്ഞത്, അതിന് ഓക്സിഡൈസേഷൻ എന്ന് പറയും. അത് തന്നെയാണ് നമ്മൾ ഫയർ എന്ന് പറയുന്നത്. ഫയറായി കാണുന്നത് ബേസിക്കലി ഓക്സിഡൈസേഷൻ റിയാക്ഷൻ തന്നെയാണ് നമ്മൾ ഫയറായി കാണുന്നത്.
അപ്പോൾ ആ തീ കത്തുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ചൂടായിട്ടും ലൈറ്റായിട്ടും ഒക്കെ നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വരുന്ന ഒരു കെമിക്കൽ എനർജി ആയിരിക്കും അതിൽ കൂടെ വരുന്നത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളിമർ ചെയിൻ റിയാക്ഷൻസ് നമുക്ക് പറയാം. ഒത്തിരി എന്ത് കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ എനർജി ഉണ്ടാവുകയോ എനർജി വലിച്ചെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് കെമിക്കൽ എനർജി എന്ന് വിളിക്കാം. ഇനി ശ്രദ്ധിക്കാം, ഇഫ് ദ റിയാക്ടൻസ് ഹാവ് മോർ ബൈൻഡിങ് എനർജി ദാൻ ദ പ്രോഡക്ട്സ്, എനർജി ഈസ് റിലീസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ലെറ്റ്സ് സേ 2H2 പ്ലസ് O2 ഗിവ്സ് H2O 2H2O അല്ല. ഈ റിയാക്ഷനിൽ ഇതിനെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ റിയാക്ടൻസിന് ബൈൻഡിങ് എനർജി കൂടുതലാണ് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിന് ബൈൻഡിങ് എനർജി കുറവാണ്. ലെറ്റ്സ് സേ ഇതിന് 100 ജൂളാണ് ബൈൻഡിങ് എനർജി എന്ന് വിചാരിക്കാം, ഇതിന് 1000 ജൂൾ ഉണ്ടായിരുന്നു ബൈൻഡിങ് എനർജി. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് ഇത്രയും 1000 മൈനസ് 100 900 ജൂൾ പുറന്തള്ളിക്കൊണ്ടായിരിക്കും ഈ റിയാക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അത് ഹീറ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇഫ് ദ റിലീസ്ഡ് എനർജി ഈസ് ഹീറ്റ്, ഇറ്റ് ഈസ് കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഹീറ്റായി പുറന്തള്ളി ഈ 900 ജൂളിനെ ഹീറ്റായി പുറന്തള്ളിക്കൊണ്ടാണ് ഈ റിയാക്ഷൻ സംഭവിക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ബേസിക്കലി എന്തുകൊണ്ടാണ് ഈ എനർജി വരുന്നത്, ഈ ബൈൻഡിങ് എനർജി രണ്ട് റിയാക്ടൻസിനും പ്രോഡക്ട്സിനും കുറച്ച് ബൈൻഡിങ് എനർജി ഉണ്ട്. ആ റിയാക്ടൻസിന്റെ ബൈൻഡിങ് എനർജി പ്രോഡക്ട്സിനേക്കാൾ കൂടുതലാണെങ്കിൽ എനർജി പുറന്തള്ളിക്കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, അതർവൈസ് ദ റിയാക്ഷൻ ഈസ് കോൾഡ് എൻഡോതെർമിക്. ഇപ്പോൾ റിയാക്ടൻസിന് 100 ജൂളാണ്, പ്രോഡക്ട്സിന് 1000 ജൂൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ 900 ജൂൾ വലിച്ചെടുത്തുകൊണ്ടായിരിക്കും ഈ റിയാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ആ വേണമെന്നുള്ള 900 ജൂൾ ഇത് വലിച്ചെടുക്കുന്നുള്ളൂ, അതിന് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്, എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക്. ആൻഡ് ഈ വലിച്ചെടുക്കുന്നത് എങ്ങനെയായിരിക്കണം, ഹീറ്റ് എനർജിയായി വലിച്ചെടുത്താൽ മാത്രമേ അതിന് എക്സോതെർമിക് എൻഡോതെർമിക് എന്ന് നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ ഓവറോൾ കെമിക്കൽ റിയാക്ഷൻസ് ആർ റീഅറേഞ്ച്മെന്റ് ഓഫ് കെമിക്കൽ ബോണ്ട്സ്. ശ്രദ്ധിക്കുക, ഇവിടെയും റീഅറേഞ്ച്മെന്റ് ആണ് സംഭവിക്കുന്നത്. H2 അതായത് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് തമ്മിലായിരുന്നു അവിടെ കെമിക്കൽ ബോണ്ട് ഉണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ ഓക്സിജൻ ആറ്റം ഉണ്ട്, അപ്പോൾ ഓക്സിജൻ ആറ്റംസ് തമ്മിലായിരുന്നു അവിടെ ബോണ്ട് ഉണ്ടായിരുന്നത്. നമുക്ക് കിട്ടുന്ന എന്താണ്, H2O ആണ്. H2O ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും, ഇതെങ്ങനെ ഓക്സിജൻ ഇരിക്കും, ഇങ്ങനെ ഒരു ഹൈഡ്രജൻ, ഇങ്ങനെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ അവിടെ ബോണ്ടിങ് മാറി ഹൈഡ്രജൻ തമ്മിലല്ല, പകരം ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ബോണ്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി റീഅറേഞ്ച്മെന്റ് ഓഫ് ബോണ്ടുകൾ കെമിക്കൽ ബോണ്ട്സിന്റെ റീഅറേഞ്ച്മെന്റ് ആണ് നമ്മൾ കെമിക്കൽ റിയാക്ഷനായി കാണുന്നത്. ആൻഡ് അങ്ങനെ സംഭവിക്കുമ്പോൾ എനർജി കിട്ടുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ കെമിക്കൽ എനർജി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എനർജിയിലോട്ട് നമുക്ക് പോവാം, ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വൈദ്യുതിയാണ്. അപ്പോൾ വൈദ്യുതി കാരണം ഉണ്ടാവുന്ന ഊർജ്ജം, അതിനാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിസിറ്റി. ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ നെക്സ്റ്റ് ഇയർ +2 വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ലൈറ്റ് ഇട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് കത്തുന്നു. ഓക്കെ, എങ്ങനെയാണ് കത്തുന്നത്, ബേസിക്കലി ഇലക്ട്രിസിറ്റി ബൾബിൽ കൂടെ പോകുന്നു, ആ ഇലക്ട്രിസിറ്റി കൺവേർട്ടായി ലൈറ്റ് എനർജിയായി കൺവേർട്ടായി എനിക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രിസിറ്റിയിൽ ഒരു ഊർജ്ജമുണ്ട്, ആ ഊർജ്ജത്തിന്, ആ കറണ്ടിൽ ഒരു ഊർജ്ജമുണ്ട്, ആ ഊർജ്ജത്തിനെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നു. കൂടുതൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഫസ്റ്റ് 2-3 ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത എനർജിനെ കുറിച്ച് പറയുന്ന മുന്നേ, ന്യൂക്ലിയർ എനർജി, അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് മാസ് എനർജി ഇക്വാലൻസിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് മാസ് എനർജി ഇക്വാലൻസ്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ മാസ് കൺസേർവ്ഡ് ആവുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു 19th സെഞ്ച്വറി വരെ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിചാരിച്ചിരുന്നത് മാസ് ഒരിക്കലും മാറത്തില്ല, മാസിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ പ്രൂവ് ചെയ്ത്, റിലേറ്റിവിറ്റിയിൽ കൂടെ പ്രൂവ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസും എനർജിയും ഇക്വലൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ മാസിനെ എനർജിയായി കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് ഐൻസ്റ്റീൻ പ്രൂവ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അതെങ്ങനെയാണ് ശ്രദ്ധിക്കുക, ഐൻസ്റ്റീൻ ഷോഡ് ദാറ്റ് മാസ് ആൻഡ് എനർജി ആർ ഇക്വലന്റ് ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ദ ഫോളോയിങ്. ഈ ഒരു പർട്ടിക്കുലർ എഴുതാൻ പോകുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്താണ് ആ ഇക്വേഷൻ? E = mc² എന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് മാസ് എനർജി ഇക്വലൻസ് നമുക്ക് കാണിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, E എന്ന് പറയുന്ന എനർജിയാണ്, M എന്ന് പറയുന്നത് മാസ് ആണ്, C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് എപ്പോഴും ഓർക്കുക, സ്പീഡ് ഓഫ് ലൈറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ m/s ആണ്. ഓക്കെ, അതായത് 3 ഇട്ടിട്ട് 8 0 ഇടണം, അത്രയും m/s. അല്ലെങ്കിൽ
ഇത് തന്നെ കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ, കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്, കിലോമീറ്റർ പെർ അവർ അല്ല, കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ലൈറ്റിന് സഞ്ചരിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ മാസിനെ ഞാൻ ഒരു കിലോ തൂക്കം എടുക്കുവാണ് എന്ന് വിചാരിക്കാം. ആ 1 കിലോ തൂക്കത്തിനെ ഞാൻ എനർജിയായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എനർജി ആയി ആ മാസിനെ ഞാൻ കൺവേർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എത്ര എനർജി കിട്ടും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, 1 കിലോ മാസ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ m എന്ന് പറയുന്നത് 1 ആണ്. 1 × c എന്ന് പറയുന്നത് എനിക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ c² ആണ് നമുക്ക് വേണ്ടത്, ദ ഹോൾ സ്ക്വയർ. ഇത്രയും എനർജി ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓൾറെഡി ഇത് തന്നെ 3 × 8 0 ആണ്, അതിൻ്റെ സ്ക്വയർ. അത്രയും എനർജി എനിക്ക് ജസ്റ്റ് 1 കിലോ മാസ് വെച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് എപ്പോഴും എനർജി ആവശ്യമുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു, TV കാണുന്നു, എല്ലാത്തിനും നമുക്ക് ഇലക്ട്രിസിറ്റി കൊണ്ട് എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ എനർജി ഉണ്ടാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ എനർജി പലതരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ തെർമൽ പവർ പ്ലാന്റ്, നമ്മൾ കരിക്കട്ട കോൾ കത്തിച്ചിട്ട് ആ കോൾ കൊണ്ടുവരുന്ന ആ ചൂട് കാരണം വെള്ളത്തിനെ തിളപ്പിച്ച് നമ്മൾ ടർബൈൻ കറക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അവിടെ നിന്നും എനർജി കിട്ടുന്നത്. ടർബൈൻ കറക്കുമ്പോൾ അതിൽ ജനറേറ്റർ ഉണ്ട്, അത് എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എനിവേ, നമുക്ക് അവിടെ നിന്ന് എനർജി കിട്ടുന്നു. മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഡാമിനെ കുറിച്ച്. വെള്ളം കെട്ടി നിർത്തുന്നു, എന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം താഴോട്ട് വരുമ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ട് ഒരു ടർബൈൻ വെച്ച് കഴിഞ്ഞാൽ ടർബൈൻ കറങ്ങുന്നു. അങ്ങനെ നമുക്ക് എനർജി കിട്ടുന്നു. അതുപോലെ അങ്ങനെ ഇപ്പം സോളാർ എനർജി ഉണ്ട്, സോളാർ ഉണ്ട്. എങ്ങനെയാണ് സോളാർ എനർജി കിട്ടുന്നത്? സോളാർ സെല്ല് വെച്ച് വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മതി. സൂര്യനിൽ നിന്നും അടിക്കുന്ന വെളിച്ചം, അതിൻ്റെ ഊർജ്ജത്തിനെ ഇലക്ട്രിസിറ്റിയായി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിൻഡ് എനർജി ഉണ്ട്, വിൻഡ് മിൽ വെച്ച് കഴിഞ്ഞാൽ അത് കാറ്റ് കാരണം ഇത് കറങ്ങുന്നു. ആ കാറ്റിൻ്റെ ഊർജ്ജം എടുത്ത് ഇത് ഇലക്ട്രിസിറ്റിയായി കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ പലതരത്ത് നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന എനർജി നമുക്ക് തികയാറില്ല. പലപ്പോഴും നമുക്ക് ഇനിയും എനർജി ആവശ്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇത്രയും എനർജി കിട്ടുമല്ലോ, മാസിനെ എനർജിയായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എനർജി കിട്ടുമല്ലോ, അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ന്യൂക്ലിയർ എനർജി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായത്. എന്താണ് ന്യൂക്ലിയർ എനർജി? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കൺവേർട്ടിംഗ് മാസ് ഇൻറ്റു എനർജി. ബേസിക്കലി നമ്മൾ ഇപ്പോൾ പറഞ്ഞ തന്നെ കാര്യം തന്നെയാണ്. ഈ മാസിനെ, ഇതുപോലുള്ള മാസിനെ എനിക്ക് എനർജിയായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഊർജ്ജം കിട്ടുമല്ലോ, ആ ഊർജ്ജത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ എനർജി 2 രീതിയിലുണ്ടാവും. ഒന്ന് ന്യൂക്ലിയർ ഫിഷൻ, മറ്റത് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വസ്തുക്കളെ കൂട്ടിമുട്ടിക്കുന്നു. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത് ഇവിടെ കമ്പൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 വസ്തുക്കളെ കൂട്ടിമുട്ടിക്കുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സേ 4 ഹൈഡ്രജൻ ആറ്റം ഞാൻ എടുക്കുകയാണ്. 4 ഹൈഡ്രജൻ ആറ്റത്തിനെ എടുത്ത് കൂട്ടിമുട്ടിച്ചപ്പോൾ എനിക്ക് ഹീലിയം ആറ്റം കിട്ടി. ഓക്കെ, ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റിയാക്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ആറ്റമാണ്, റൈറ്റ് സൈഡിൽ ഹീലിയം ആറ്റമാണ് ഉള്ളത്. ഈ 4 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ടോട്ടൽ തൂക്കം എന്ന് പറയുന്നത് ഈ ഹീലിയം ആറ്റത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഒരു ΔM ഉണ്ട്, ഒരു ചേഞ്ച് ഇൻ മാസ് ഉണ്ട് അല്ലേ? 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരുന്നു, അതിനൊരു തൂക്കമുണ്ട്. അതിനേക്കാളും തൂക്കം കുറഞ്ഞ സാധനമാണ് എനിക്ക് കിട്ടിയത്, ഹീലിയം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ മാസ് ഉണ്ട്. ആ ചേഞ്ച് ഇൻ മാസിനെ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സൂര്യൻ. സൂര്യനിൽ നിന്നും എങ്ങനെയാണ് ഊർജ്ജം കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യനിൽ ഒരുപാട് ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജനെ 4 ഹൈഡ്രജൻ ആറ്റത്തിനെ എടുത്ത് കമ്പൈൻ ചെയ്ത് ഹീലിയം ആറ്റമാക്കി മാറ്റുന്നു. അപ്പോൾ അവിടെ ഒരു തൂക്കം കുറച്ച് കുറയും. ആ തൂക്കത്തിനെ എനർജിയായി സൂര്യൻ കൺവേർട്ട് ചെയ്താണ് നമുക്ക് സൂര്യനിൽ നിന്നും എനർജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്യുന്നു. ആ കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ള ΔMനെ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. ഈ ΔM കിട്ടിക്കഴിഞ്ഞാൽ ΔM × c² ചെയ്താൽ മതി, എനിക്ക് അത്രയും എനർജി ആയിരിക്കും സൂര്യനിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, സൂര്യൻ എന്ന് പറയുന്നത് കത്തി ജ്വലിക്കുന്ന ഒരു ഗോളമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ΔM സൂര്യനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, സൂര്യൻ്റെ തൂക്കം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? ഓരോ പ്രാവശ്യം ഈ 4 ഹൈഡ്രജൻ ആറ്റത്തിനെ എടുത്ത് ഫ്യൂഷൻ ചെയ്യുമ്പോഴും എന്ത് പറ്റും? കുറച്ച് ഒരു മാസ് കുറയും അല്ലേ? 4 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്ത് ഹീലിയം ആറ്റം ആക്കി കഴിഞ്ഞാൽ ഇത്രയും മാസ് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞ് പല വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ കത്തി ജ്വലിച്ച് തീരും. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ഓർത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ന്യൂക്ലിയർ ഫ്യൂഷന്, ബെസ്റ്റ് എക്സാമ്പിളാണ് സൺ. നെക്സ്റ്റ് നമുക്ക് പറയാം ന്യൂക്ലിയർ ഫിഷൻ.
സ്പ്ലിറ്റിംഗ് ആണ്. അതായത് ആ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു യുറേനിയം ആറ്റം എടുക്കുന്നു, യുറേനിയം ആറ്റത്തിനെടുത്ത് യുറേനിയത്തിൻ്റെ ഓൾമോസ്റ്റ് 235 ആണ് അതിൻ്റെ മാസ് നമ്പർ. അപ്പോൾ ഈ യുറേനിയം ആറ്റത്തിനെ ഒരു ന്യൂക്ലിയസ് വെച്ച് നമ്മൾ ഇടിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ആവും. അങ്ങനെ സ്പ്ലിറ്റ് ആവുമ്പോൾ ഉണ്ടാവുന്ന മാസ് അങ്ങനെ കുറയും. റിയാക്ടൻസ് എന്ന് പറയുന്നത് യുറേനിയം ആറ്റമാണ്. അത് ഈ റിയാക്ഷൻ കഴിയുമ്പോൾ അതിൽ കിട്ടുന്ന പ്രോഡക്ട്സിന് ടോട്ടൽ മാസ് കുറവായിരിക്കും. ആ കുറഞ്ഞ മാസിനെ നമ്മൾ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കുക, നമുക്ക് ഇന്നേ വരെ ന്യൂക്ലിയർ ഫിഷൻ മാത്രമേ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ന്യൂക്ലിയർ ഫ്യൂഷൻ ഇതുവരെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ കാണുന്ന പവർ പ്ലാന്റ് അല്ല, ന്യൂക്ലിയർ ഫ്യൂഷൻ പവർ പ്ലാന്റ്സ് ആണ്. ന്യൂക്ലിയർ ഫിഷൻ സൂര്യനിലൊക്കെ നടക്കുന്നല്ലാതെ നമുക്ക് ഭൂമിയിൽ ഇന്നേ വരെ മനുഷ്യന് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ബോർഡിലുള്ള കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യുക. നമുക്ക് ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓൾറൈറ്റ്, നിങ്ങൾ നോട്ട്സ് എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ഓഫ് എനർജി. നമ്മൾ ആദ്യമേ എനർജിയുടെ യൂണിറ്റ് SI യൂണിറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ തന്നെയാണ്, അല്ലേ? ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ തന്നെയാണ്. എങ്ങനെയാണ് അത് കിട്ടിയത് ശ്രദ്ധിക്കാം. നമുക്കറിയാം, ഇപ്പോൾ ലെറ്റ്സ് സേ കൈനറ്റിക് എനർജി ഞാൻ എടുക്കുകയാണെങ്കിൽ എല്ലാ എനർജിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ എനർജിക്കും ഒരേ യൂണിറ്റ് തന്നെയാണ്. കൈനറ്റിക് എനർജി ആയാലും പൊട്ടൻഷ്യൽ എനർജി ആയാലും ലെറ്റ്സ് സേ ഹീറ്റ് എനർജി ആയാലും എന്ത് എനർജി ആയാലും അതിന് യൂണിറ്റ് സെയിം തന്നെയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ആണെങ്കിൽ നമുക്കറിയാം അത് 12mv² ആണ്. ഓക്കെ, 12mv² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഉണ്ട്. അപ്പോൾ മാസ് കിലോഗ്രാം ആണ്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ എന്നെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ന്യൂട്ടൺ അതായത് ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഫോഴ്സ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു ഒരു മീറ്റർ കൂടെ വരും. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഇതിന് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇവിടെ എഴുതി കഴിഞ്ഞാൽ, അതായത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് തന്നെയാണ് ന്യൂട്ടൺ മീറ്റർ. അതാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് ഇവിടെ യൂണിറ്റായി വരുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ന്യൂട്ടൺ മീറ്റർ തന്നെയാണ് ജൂൾ എന്ന് പറയുന്നത്. ഒരു ന്യൂട്ടൺ മീറ്റർ തന്നെയാണ് ഒരു ജൂൾ എന്ന് പറയുന്നത്. ആ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ആ ബുദ്ധിമുട്ടിന് കാരണം ചുരുക്കത്തിൽ നമ്മൾ 1 ജൂൾ എന്ന് പറയുന്നു. ഓക്കെ, ഈ ജൂളിൻ്റെ വലിയ യൂണിറ്റ് എപ്പോഴും നമുക്കറിയാം 1000 വന്നു കഴിഞ്ഞാൽ നമ്മൾ കിലോ എന്ന് പറയും. ഓക്കെ, 1000 കിലോ ആണ്. ആൻഡ് 10⁶, അതായത് 10 ലക്ഷം, അതിന് നമ്മൾ മെഗാ എന്ന് പറയും. നമുക്ക് ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കിലോ ബൈറ്റ് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ എത്ര കിലോ ബിറ്റ് പെർ സെക്കൻഡ് kbps-ലാണ് mbps-ലാണ് എന്നൊക്കെ നമ്മൾ പറയും. അതാണ് കിലോ അല്ലെങ്കിൽ മെഗാ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കിലോ എന്ന് പറയുന്നത് 1000 ആണ്, മെഗാ എന്ന് പറയുന്നത് 10⁶ ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ ജൂൾ 1000 ജൂൾ ആയിക്കഴിഞ്ഞാൽ അത് 1 കിലോ ജൂൾ ആയിരിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സെഷൻ നമ്പർ 2-ൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആണ്, താഴെ അതിന് ലിങ്ക് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 1000 ജൂൾ വന്നു കഴിഞ്ഞാൽ അത് 1 കിലോ ജൂൾ ആണ്. ഇനി കുറച്ച് വളരെ ഫ്രീക്വൻ്റ് ആയി യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള മറ്റ് ചില യൂണിറ്റ്സിനെ കുറിച്ചും നമുക്ക് പഠിക്കേണ്ടതായിരിക്കുന്നു. അതിൽ ഒന്നാണ് ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഈ ഇലക്ട്രോൺ വോൾട്ട് എന്താണ്, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ പഠിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ മാത്രം ഒന്ന് കാണാതെ പഠിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും 1.6 × 10⁻⁻19 ജൂൾ ആയിരിക്കും. ഓക്കെ, ഒരിക്കൽ കൂടെ ആ വാല്യൂ ഒന്ന് മൈൻഡിൽ ഓർത്ത് വെക്കുക. 1.6 × 10⁻19 ജൂൾ ആയിരിക്കും 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ ആ വാല്യൂ കിട്ടി എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ കലോറി. 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾസ് ആയിരിക്കും. ഓക്കെ, ഈ കലോറിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഈ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ഈ നമ്മൾ ആഹാരം കഴിക്കുന്നതെല്ലാം കലോറിയിലായിരിക്കും നമ്മൾ പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ്, ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാം. ബിസ്ക്കറ്റിൽ നിങ്ങൾ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതി കാണും. എന്നിട്ട് എനർജി എന്ന് പറഞ്ഞാൽ അത് കലോറിയിലായിരിക്കും വാല്യൂ തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ, എന്ത് സാധനം വാങ്ങിച്ചാലും, ആഹാരം കഴിക്കുന്ന എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ലേബിളിൽ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ ലേബൽ ഉണ്ടാവണം. ആ ലേബലിൽ എനർജി എത്രയാണ്, ആ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര എനർജി കിട്ടും എന്നുള്ള ആ ഒരു ലേബൽ കാണും. അതിൽ കലോറി ആയിരിക്കും തന്നത്. ആ കലോറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ് 1 കലോറി എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ഈ കലോറി 1000 കലോറി ആയാലോ അത് 1 കിലോ കലോറി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 1000 എന്ന് പറഞ്ഞാൽ K ആണ്. അപ്പോൾ 1000 കലോറി വന്നു കഴിഞ്ഞാൽ 1 കിലോ കലോറിയാണ്. 1 കലോറി എന്ന് പറയുന്നത് 4.2 ആണ്. അപ്പോൾ 1 കിലോ കലോറി എന്ന് പറയുന്നത് 4200
ജൂൾസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആദ്യം ഇതാണ്, എക്സ്പ്രസ് ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 ബോണ്ട് ഇൻ DNA. ഇത്രയാണ് ആ വാല്യൂ. അതിനെ ഇലക്ട്രോൺ വോൾട്ടിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് കൈനറ്റിക് എനർജി ഓഫ് എയർ. ഇത്രയാണ്, എയർ മോളിക്യൂൾ ആണ്. ഒരു എയർ മോളിക്യൂളിനുള്ള കൈനറ്റിക് എനർജി, ആവറേജ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി ഇത്രയും ജൂൾസ് ആണ്. അതിനെ ഇലക്ട്രോൺ വോൾട്ടിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളത് ഇത്രയാണ്. അപ്പോൾ ഇത്ര ജൂൾ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, അതേപോലെ ഇത്ര ജൂൾ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ വോൾട്ട് ആണ്, അതാണ് നെക്സ്റ്റ് ചോദ്യം. ഡെയിലി ഇൻടേക്ക് ഓഫ് ഹ്യൂമൻ അഡൽട്ട്. ആവറേജ് ആയി നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ശരാശരിയായി നമ്മൾ ആഹാരം കഴിക്കുന്നത് ഇത്രയും എനർജി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 10⁻7 ജൂൾ ആയിരിക്കും നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഓക്കെ, അതിനെ കിലോ കലോറിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം, ശ്രദ്ധിക്കാം. നമുക്കറിയാം 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻−19 ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 1 ജൂൾ എന്ന് പറയുന്നത് 1 ജൂൾ കണ്ടുപിടിക്കണമെങ്കിലോ ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? എത്രയായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻−19 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 10⁻20 ജൂളിനെയാണ് എനിക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10⁻−20 ജൂൾ, 10⁻−20 ആണ്, 20 അല്ല, 10⁻−20 ജൂളിനെ എനിക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 1 ജൂൾ എനിക്കറിയാം. 10⁻−20 ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 10⁻−20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോഴാണല്ലോ ഇത് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റൈറ്റ് സൈഡിലും 10⁻−20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 10⁻−20 ഡിവൈഡഡ് ബൈ 1.6 × 10⁻−19. ഇതൊന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. നെക്സ്റ്റ് 10⁻−21 ജൂൾ, അതിനെ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 10⁻−21 ജൂൾ ആണെങ്കിൽ അതേപോലെ ഇവിടെ 1 ജൂൾ അറിയാം. 10⁻−21 ആണെങ്കിൽ റൈറ്റ് സൈഡിലും എനിക്ക് 10⁻−21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 1.6 × 10⁻−19 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം, ഡെയിലി ഇൻടേക്ക് ഓഫ് ആവറേജ് ഹ്യൂമൻ അഡൾട്ട്. ഒരു ശരാശരി മനുഷ്യൻ്റെ ആഹാരമാണ് 10⁻7 ജൂൾ ആണ്. അതിനെ എനിക്ക് കിലോ കലോറി ആയി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഒരിക്കൽ കൂടി, 1 കിലോ കലോറി എന്ന് പറയുന്നത് 4200 ജൂൾ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 1 ജൂൾ എന്ന് പറയുന്നത് 1/4200 കിലോ കലോറി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ്? 10⁻7 ജൂൾ ആണ്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 10⁻7 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിലും 10⁻7 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10⁻7 ഡിവൈഡഡ് ബൈ 4200 കിലോ കലോറി ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും ആൻസർ. ഈ മൂന്നും ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. പവർ. ഓക്കെ, പവർ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശക്തി പലപ്പോഴും ഫോഴ്സ് ആയിട്ടും പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ആംബിഗസ് ആയിട്ടൊരു ടേമാണ്. മലയാളത്തിൽ അങ്ങനെ അതിനൊരു വാക്കില്ല. പക്ഷെ പവർ എന്ന് പറയുന്നത് പലപ്പോഴും മലയാളത്തിലും പവർ എന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ് പവർ? നമുക്കറിയാം, ഊർജത്തിൻ്റെ എത്ര വേഗത്തിൽ നമുക്ക് ഊർജ്ജം കൊടുക്കാൻ കഴിയും, അതിനാണ് നമുക്ക് പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ ഒരുത്തിനെ ഇടിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിലുള്ള എനർജി പെട്ടെന്ന് എനിക്ക് അവന് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പവർ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടൊക്കെ അടിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിക്കാൻ? അടിച്ച് പറപ്പിക്കാൻ പറ്റണം. അങ്ങനെയാണ് എനിക്ക് പവർ ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെയാണ് എനർജി, എത്ര വേഗത്തിൽ ഊർജ്ജം എനിക്ക് കൈമാറാൻ പറ്റും, അതിനാണ് പവർ എന്ന് പറയുന്നത്. ഡിഫൈൻഡ് ആസ് ദ ടൈം റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഇസ് ഡൺ. വർക്ക്, ഒരു വസ്തു വർക്ക് ചെയ്യുവാണെങ്കിൽ എത്ര വേഗത്തിൽ അതിന് വർക്ക് ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഓർ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. എനർജി ട്രാൻസ്ഫർ, അതായത് ഊർജ്ജം കൈമാറാൻ എത്ര വേഗത്തിൽ പറ്റുന്നു, അതിന് തന്നെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം, നമുക്കറിയാം ഊർജ്ജത്തിൻ്റെ വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത് F.S ആണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ടൈം റേറ്റ് അറ്റ് വിച്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, അല്ലെങ്കിൽ ടൈം റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ വർക്കിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പവർ എങ്ങനെ പറയാം? dW ഡിവൈഡഡ് ബൈ dt, അതായത് ടൈം കൊണ്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് പവർ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? d/dt ഓഫ് F.S. ഓക്കെ, എഫ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു F × d/dt ഓഫ് S എന്ന് എഴുതാം. ഓക്കെ, ds/dt, അതായത് S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? F.V എന്ന് എനിക്ക് എഴുതാം. അല്ലെങ്കിൽ ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി ആയിരിക്കും എനിക്ക് പവർ എന്ന് പറയുന്നത്.
ഓക്കെ, എപ്പോഴും ഓർക്കുക എഫ് ആണ് ഫോഴ്സ് എന്നുണ്ടെങ്കിൽ അതിന് വി വെലോസിറ്റി ഉണ്ട് ഒരു ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് പവർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എഫ് ഡോട്ട് വി ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ അതിൻ്റെ കൂടെ പറയണം. ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ പറയണം. അതായത് നമ്മൾ പറഞ്ഞത് ഡിഫൈൻഡ് ആസ് ദി ടൈം റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫർഡ്. ഊർജ്ജം കൈമാറുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള എത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ നെക്സ്റ്റ് പറഞ്ഞു എന്തായിരുന്നു, എഫ് ഡോട്ട് വി എന്നുള്ളത് നമുക്ക് എത്തിച്ചേർന്നു. ഓക്കെ, അപ്പോൾ അതും പറഞ്ഞു. ഇനി യൂണിറ്റ്, ഡയമെൻഷൻ, സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്നുള്ളത് പറയാം. യൂണിറ്റ് നമുക്ക് പറയാം. യൂണിറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എനിക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു എനർജി അല്ലേ, ആ എനർജീനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതാണല്ലോ ഇവിടെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞത്, ടൈം റേറ്റ് അറ്റ് വിച്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ന്യൂട്ടൺ മീറ്ററിനെ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിനെ മറ്റൊരു വാക്കും കൂടെ നമ്മൾ പറയും, വാട്ട്. ഇത് തന്നെയാണ് 1 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 വാട്ട് എന്ന് പറയും. WATT. ഓക്കെ, വാട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 1000 ജൂൾ 1 കിലോ ജൂൾ ആണെങ്കിൽ 1000 വാട്ട് 1 കിലോ വാട്ട് ആയിരിക്കും. അതും ശ്രദ്ധിച്ചോളാം. ഇനി ഇതിന് ഒരു യൂണിറ്റ് കൂടെ നമ്മൾ പറയാറുണ്ട്. 746 വാട്ടിന് നമ്മൾ ഒരു ഹോഴ്സ് പവർ HP എന്ന് പലപ്പോഴും പറയാറുണ്ട്. വണ്ടികളൊക്കെ പലപ്പോഴും HP-യിലായിരിക്കും പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ബൈക്കൊക്കെ പറയുകയാണെങ്കിൽ ബൈക്കിന് എത്ര പവർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈക്ക് വിൽക്കുന്ന ആൾ പറയുന്നത് HP-യിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. നെക്സ്റ്റ് പ്രാവശ്യം നിങ്ങൾക്ക് ബൈക്കൊക്കെ വാങ്ങിക്കാൻ പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാനുവൽ ഉണ്ടെങ്കിൽ എത്ര പവർ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ HP-യിലായിരിക്കും അത് പറയുന്നത്. അപ്പോൾ 2 യൂണിറ്റ് ഉണ്ട്, വാട്ടുണ്ട്, HP ഉണ്ട്. വാട്ട് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് 1 വാട്ട് എന്ന് പറയുന്നത്. 1000 വാട്ടിനെ നമ്മൾ 1 കിലോ വാട്ട് എന്ന് പറയും. 746 വാട്ടാണ് നമ്മൾ 1 HP എന്ന് പറയുന്നത്. ഇനി ഡയമെൻഷൻ പറയണമെന്നുണ്ടെങ്കിലോ, നമുക്ക് യൂണിറ്റ് അറിയാമെങ്കിൽ ഡയമെൻഷൻ പറയാൻ പറ്റും. 1 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സിന് mL(T⁻²2) ആണ്. ഓക്കെ, ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു L/T അല്ലേ. മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ലെങ്ത് ഡിവൈഡ് ബൈ ടൈം. ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ, L ഉണ്ട്, L-നെ ഒരു L കൂടെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ mL² ഓൾറെഡി T⁻² ഉണ്ട്, ഒരു T കൂടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ T⁻³ ഇതായിരിക്കും പവറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊരു സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക, 2 വെക്ടർ ക്വാണ്ടിറ്റീസ് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തേക്കുമാണ്. ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആൻ എലിവേറ്റർ ക്യാൻ ക്യാരി 1800 കിലോഗ്രാം ആൻഡ് ഈസ് മൂവിങ് അപ്പ് അറ്റ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഒരു എലിവേറ്റർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് എന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പറയും, എലിവേറ്റർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇംഗ്ലീഷാണ്. രണ്ടും മുകളിലോട്ട് ആൾക്കാർ മുകളിലോട്ടും താഴോട്ട് കൊണ്ടുവരുന്ന ബിൽഡിങ്ങിലുള്ള സാധനം തന്നെയാണ്. ഓക്കെ, അതിന് 1800 kg 1800 കിലോഗ്രാം തൂക്കം എടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് മുകളിലോട്ട് പോവുകയാണ്. എത്ര സ്പീഡിൽ പോവുകയാണ്? 2 മീറ്റർ പെർ സെക്കൻഡിൽ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഒപ്പോസിംഗ് ദ മോഷൻ ഈസ് 4000 ന്യൂട്ടൺ. 4000 ന്യൂട്ടൺ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട് ഇത് പോകുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടർ ടു ദ ലിഫ്റ്റ്. എത്ര പവർ അത് ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. എപ്പോഴും ശ്രദ്ധിക്കാം, നമുക്ക് വേണ്ടത് നമുക്കറിയാം, ഫോഴ്സ് വേണം, വെലോസിറ്റി വേണം. ഓക്കെ, ഫോഴ്സ് ഓൾറെഡി നമുക്ക് ഒരു വെയിറ്റ് ഉണ്ട്, വെയിറ്റ് കാരണം ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. 1800 kg കാരണം വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മോഷൻ എങ്ങോട്ടാണോ അതിന്റെ ഒപ്പോസിംഗ് ആയിരിക്കും ഫ്രിക്ഷനും വരുന്നത്. അപ്പോൾ ഫ്രിക്ഷനും താഴോട്ടാണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വെയിറ്റും ഫ്രിക്ഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ ഫോഴ്സ് കിട്ടി. ആ ടോട്ടൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടി. ഒന്ന് ചെയ്ത് നോക്കാം, വീഡിയോ പോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി ഒരു ലിഫ്റ്റ് ഞാനിങ്ങനെ വരച്ച് കാണിക്കണം. ഇതാണ് ലിഫ്റ്റ് എന്ന് വിചാരിക്കുക. ഇങ്ങനെ മുകളിൽ വലിച്ചുകൊണ്ട് പോകുന്നു. എന്തൊക്കെ ഫോഴ്സസ് ആണുള്ളത്? ആദ്യം ഇതിന്റെ mg താഴോട്ടുണ്ട്, അതാണ് ആ വെയിറ്റ് കാരണമുള്ള ഫോഴ്സ്. വെയിറ്റ് നമുക്കറിയാം, ഗ്രാവിറ്റേഷൻ നമുക്കറിയാം, അത് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ ഫ്രിക്ഷൻ ഫോഴ്സ് കൊണ്ട് ഇത് മുകളിലോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, മോഷൻ മുകളിലോട്ടാണെങ്കിൽ ഫ്രിക്ഷൻ എപ്പോഴും താഴോട്ടായിരിക്കും. അപ്പോൾ Fs താഴോട്ടാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg പ്ലസ് Fs ആയിരിക്കും. ആ വെയിറ്റിന്റെ ഫോഴ്സ് പ്ലസ് ഫ്രിക്ഷൻ ഫോഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ mg എന്ന് പറയുന്നത് 1800 ഇൻറ്റു g, 1800 ഇൻറ്റു 10 പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് 10. ഞാൻ ജിന് 10 എടുക്കുവാണ്, 9.8 എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഞാൻ ആവറേജ് ആയിട്ട് റൗണ്ട് ചെയ്ത് 10 എടുത്തു. Fs 4000 ന്യൂട്ടൺ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് എത്രയായി? 18,000 പ്ലസ് 4000 22,000 ന്യൂട്ടൺ ആണ്. വെലോസിറ്റി നമുക്കറിയാം 2 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ എന്ന് പറയുന്നത് F ഡോട്ട് V ആണ്.
ഓക്കെ, എഫ് എന്ന് പറയുന്നത് 22,000 ഇൻറ്റു വി എന്ന് പറയുന്നത് 2 വിച്ച് ഇസ് 44,000 വാട്ട് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങൾ, ആദ്യം നമ്മൾ ഊർജ്ജത്തിൻ്റെ പല ടൈപ്സിനെ കുറിച്ച് നോക്കിയായിരുന്നു. ആദ്യം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നോക്കി, ഊർജ്ജത്തിൻ്റെ പല ടൈപ്പ് നോക്കിയായിരുന്നു. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് യൂണിറ്റ്സ് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം പവറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവേത് കമൻസിൽ എഴുതുക. അതർവൈസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.